റിത്തു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് ഇഡലിക്കുട്ടവും ഗ്ലാസ്സും ഉപയോഗിച്ച് കുറ്റിയിലെ പുട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇന്ന് ഈ പുട്ട് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയും അമൃതം പൊടിയും കൂടെ ചേർത്താണ്. ആദ്യം നമുക്ക് 250 ml ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുക്കാം. ഇതിനകത്ത് ചെള്ളോ കട്ടയോ വല്ലതും ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് പേസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്കതിലേക്ക് 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് അമൃതം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സർക്കാർ നൽകുന്ന പൂരക പോഷകാഹാരമാണ് അമൃതം പൊടി. ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര എന്നിവയാണ് ഇതിലെ ചേരുവകൾ. ഇത് വളരെ ഗുണമുള്ള ഒരു പോഷകാഹാരമാണ്. ഇതിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ചേർത്ത് പുട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയുണ്ട്. നമ്മൾ അമൃതം പൊടി കുട്ടികൾക്ക് കുറുക്കി കൊടുത്താൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അവർക്ക് മടുപ്പാകും. ഇതുപോലെ പുട്ടും മറ്റ് വിഭവങ്ങളും ഒക്കെ നമുക്ക് അമൃതം പൊടി ചേർത്ത് തയ്യാറാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഒന്ന് നനച്ചെടുക്കണം. ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപ്പ് ചേരുന്നതിന് വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തും നന്നായി വ്യാപിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് നനച്ചെടുക്കാം. ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചാണ് പൊടി നനച്ചെടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് നനച്ചാലും മതി. ഇടവിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം നനച്ചെടുക്കാൻ. ആദ്യം കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ പൊടി കുഴഞ്ഞു പോകും. നമുക്ക് ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചും അമൃതം പൊടി മാത്രം ഉപയോഗിച്ചും അരിപ്പൊടി മാത്രം ഉപയോഗിച്ചും കുറ്റിയിലെ പുട്ട് ഇതുപോലെ ഈസിയായി തയ്യാറാക്കാൻ സാധിക്കും. വെള്ളം ഒഴിച്ച് നമ്മൾ കുറേശ്ശെ ഇതുപോലെ മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കണം. പൊടി നനയുകയാകാവൂ, കുഴഞ്ഞു പോകരുത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മൂന്ന് ഗ്ലാസ് പൊടി നനച്ചെടുക്കാൻ നമുക്ക് 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം മതിയാവും.
കുഴഞ്ഞു പോകാതെ എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി. കറക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും വെള്ളം ചെല്ലും. ആ ഭാഗത്തെല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം ഇത് നനഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ കട്ടകളൊക്കെ ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. കുറ്റിയിലെ പുട്ട് തയ്യാറാക്കുന്നതിനായി ഞാൻ ഇഡ്ഡലി കുട്ടകം അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടിയാണ് ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഇഡ്ഡലി കുട്ടകത്തിൻ്റെ തട്ടം വെച്ച് അല്പം തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്ലാസ് എടുത്ത് വെച്ച് അതിലേക്ക് പൊടി നിറയ്ക്കാം. ആദ്യം നമ്മൾ പൊടി വേണം ചേർത്ത് കൊടുക്കാൻ, അതിന് ശേഷമേ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാവൂ. ഇനി നമുക്ക് അല്പം തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അമക്കിയ ശേഷം അല്പം തേങ്ങാപ്പീര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് കുട്ടകത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ വേണ്ട പുട്ട് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് പൊടി ഗ്ലാസ്സിലേക്ക് വാരി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. വീണ്ടും പൊടി വാരി വയ്ക്കാം. പൊടി നിറഞ്ഞു കഴിയുമ്പോൾ, ഗ്ലാസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ നന്നായി നമ്മൾ അമർത്തി കൊടുക്കണം. അടുത്ത കുറ്റിപ്പുട്ടും റെഡിയായി. അത് നമുക്ക് കുട്ടകത്തിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കാം. അടുത്ത കുറ്റിപ്പുട്ടും റെഡിയായി. നന്നായിട്ട് അമർത്തിയ ശേഷം നമുക്ക് കുട്ടകത്തിലേക്ക് തട്ടിക്കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ 4 കുറ്റി പുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒറ്റ ട്രിപ്പിന് നമുക്ക് 4-5 കുറ്റി പുട്ട് തയ്യാറാക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 4-5 പേരടങ്ങുന്ന കുടുംബത്തിന് ഒറ്റ ട്രിപ്പ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. നമ്മുടെ പുട്ട് പാകമായോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പുട്ട് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി പുട്ട് പാത്രത്തിലേക്ക് മാറ്റാം.
ഈ രീതിയിൽ നമുക്ക് പുട്ട് പാത്രത്തിലേക്ക് മാറ്റാൻ സാധിക്കും. നമ്മൾ ഇന്ന് പുട്ട് പഴം കൂട്ടിയാണ് കഴിക്കുന്നത്. പുട്ട് റെഡിയായപ്പോൾ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ പുട്ട് തയ്യാറാക്കിയത്. ജോലിക്ക് പോകുന്ന അമ്മമാർക്കും വളരെ ധൃതിയുള്ളവർക്കും ഇതുപോലെ ഒറ്റ ട്രിപ്പിന് 4-5 കുറ്റി പുട്ട് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.